കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കേസ് ഇപ്പോൾ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ നാളായിട്ട് മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ച കോൺഗ്രസുകാർ ഇപ്പൊ പതുക്കെ പതുക്കെ പിൻവാങ്ങിയിരിക്കുകയാണ്. പലരും കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണം, ഏതാണ്ട് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താവും എന്ന രീതിയിലാണ് പറയുന്നത്. ഇതുവരെ അദ്ദേഹത്തെ കൊണ്ട് MLA സ്ഥാനം പോലും രാജിവെപ്പിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി സസ്പെൻഡ് ചെയ്തു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത്. പക്ഷേ വീണ്ടും രാഹുൽ മാങ്കൂട്ടം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രചരണത്തിൽ നടക്കാനൊക്കെ അവർ ശ്രമിച്ചിരുന്നു. അദ്ദേഹം ഇറങ്ങുകയും ചെയ്തിരുന്നു. ഇവിടെ ഇതൊന്നല്ല പ്രശ്നം. കാരണം ആരൊക്കെയാണോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിച്ചത് ആ ആളുകൾക്കെതിരായിട്ടുള്ള ഒരു മീഡിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്ഷേപങ്ങൾ ചൊരിയാൻ കുറെ ആളുകൾ രംഗത്ത് വന്നിരുന്നു. അങ്ങനെ ഒരു സൈബർ ആക്രമണമാണ് അത്തരം ആളുകൾക്ക് നേരെ നടന്നിരുന്നത്. ഈ ഒരു സൈബർ ആക്രമണം നേരിട്ടത് കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കൾ വരെ ഉണ്ട് എന്നുള്ളതാണ് കാര്യം. എല്ലാവർക്കും അറിയുന്നത് പോലെ വലിയൊരു വിഭാഗമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രം ശിഷ്യന്മാരല്ല, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രം അനുയായികളല്ല. അതൊരു സംഘടിതമായ ഒരു സമൂഹമാണ് എന്ന് നമുക്കറിയാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിലെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തിരുന്നത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MP ആണ്. അദ്ദേഹമായിരുന്നു നേരത്തെ പാലക്കാട് MLA. അദ്ദേഹമാണ് ഇദ്ദേഹത്തെ പാലക്കാടേക്ക് കൊണ്ടുവന്നത്. അവിടുത്തെ DCCയുടെയൊക്കെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മത്സരിക്കാൻ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നൽകിയത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തു തന്നെ ആയാലും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒരു അടുത്ത ആളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാ സപ്പോർട്ടും അദ്ദേഹത്തിന് നൽകുന്നത്. അതേപോലെ തന്നെ വലിയൊരു ഇവരെ പോലെയുള്ള ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്വാധീനം നേടിയെടുത്തൊരു വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ഈ അടുത്ത് തന്നെ ഒരു ചാനൽ ഷാഫി പറമ്പിലിനെ കളിയാക്കിയിട്ടൊരു അദ്ദേഹത്തിന്റെ തന്നെ ഒരു വീഡിയോ റീൽ അത് കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം എവിടെയാണ് ഇവരൊക്കെ തിരക്കിട്ട് പോകുന്നത് എന്നായിരുന്നു. കാരണം ഈ ഷാഫി പറമ്പിൽ ഓടി ചെല്ലുന്നു, ഓരോ സ്ഥലത്ത് ആളുകൾക്ക് കൈ കൊടുക്കുന്നു. അപ്പൊ ഇതൊക്കെ വളരെ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതായിരുന്നു ആ ചാനൽ റിപ്പോർട്ടറുടെ ഒരു പരാമർശം. അപ്പൊ എന്ത് തന്നെ ആയാലും ഒരു സംഘടിതമായ ശ്രമം കുറെ ആളുകളെ പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇവരൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഗ്രാസ് റൂട്ടിലൂടെ വന്ന ആളുകളല്ല, മറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിൽ ഒരു പ്രത്യേക തരംഗമുണ്ടാക്കി ശ്രമിക്കുകയാണ്. ഈ ആളുകളൊക്കെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ റീലുകളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ ഇവരുടെ തനി സ്വഭാവം മാറും എന്നാണ് ഒരു റിപ്പോർട്ടറിന്റെ ഒരു ലേഖകൻ പറഞ്ഞത്. അതെന്ത് തന്നെയായാലും അത് ഈ ആക്രമണം അല്ലെങ്കിൽ അവർ വിമർശിച്ചിരുന്നത് ഷാഫി പറമ്പിലിനെയായിരുന്നു. ഷാഫി പറമ്പിൽ ഇപ്പോൾ പറയുന്നത്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കേരളത്തിൽ ആരാണോ സംരക്ഷിക്കുന്നത് അതിൽ ഏറ്റവും പ്രമുഖൻ ഷാഫി പറമ്പിലാണെന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത്. അപ്പം അത് സാഹചര്യ തെളിവുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരും പറയുന്നത്. പക്ഷെ ഇപ്പം ഷാഫി പറമ്പിൽ പറയുന്നത് എന്താണ്? ഷാഫി പറമ്പിൽ പറയുന്നത്, ഞാൻ അങ്ങനെ ഉള്ള ഒരു നിലപാടല്ല സ്വീകരിച്ചത്. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറയുന്നത് പോലെ പാർട്ടിയാണ് ഏറ്റവും വലുത്, പാർട്ടി നടപടിയെടുത്താൽ പുറത്താകും എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. ഈ സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഒരു കുറിപ്പാണ് ശ്രദ്ധേയമാവുന്നത്. ഷാഫി പറമ്പിലിന്റെ യഥാർത്ഥ മുഖം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കുറിപ്പാണ് ഇത്. രണ്ട് മാധ്യമ പ്രവർത്തകർ തമ്മിൽ നടത്തിയ ഡിസ്കഷനെ കുറിച്ച് ഒരു സാമൂഹ്യ മാധ്യമത്തിൽ ഒരാളുടെ കുറിപ്പാണ്. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: മാധ്യമ പ്രവർത്തകനായ ഹർഷൻ സനീഷ് ഇലയിടത്തുമായി നടത്തിയ ന്യൂസ് ഡിസ്കഷനിൽ ഒടുവിൽ ഇരുവരും ചേർന്ന് പറഞ്ഞു നിർത്തുന്ന പോയിന്റ് ഇതാണ്: വളരെ സത്യമെന്ന് തോന്നുന്നതിനാൽ ഇവിടെ പങ്കുവെക്കുന്നു. ഇവിടെ ഒരിക്കലും പരിക്ക് പറ്റാത്തൊരു കൗശലക്കാരനായ രാഷ്ട്രീയ നേതാവ് ഉണ്ടെങ്കിൽ അത് ഷാഫിയാണ്. ഷാഫി പണ്ട് മുതലേ വ്യക്തമായ നിലപാട് പ്രധാന വിഷയങ്ങളിൽ പറയാറില്ല. അതൊരു കുറവായും വീരത്വവുമായും ഒക്കെ നമ്മൾ കാണുമെങ്കിലും ഷാഫിക്ക് അതൊരു തന്ത്രത്തിന്റെ ഭാഗമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം തന്നെ എടുക്കാം. ഷാഫി ഈ നിമിഷം വരെ രാഹുൽ ഒരു തെറ്റുകാരനാണെന്നും ഇതൊരു മോശം പ്രവണതയാണെന്നും അനുകൂലിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞിട്ടില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. എന്നാൽ സുധാകരനെ പോലെ ഞാൻ രാഹുലിനെ പിന്തുണയ്ക്കുന്നു എന്നും പറഞ്ഞിട്ടില്ല. കോൺഗ്രസിൽ ഈ വിഷയത്തിൽ ഇത് തെറ്റാണോ തെറ്റല്ലയോ എന്ന് പറയാത്ത ഒരേ ഒരു സീനിയർ നേതാവ് ഷാഫി മാത്രമാണ്. ഇതുകൊണ്ടുള്ള ഗുണം സതീശനെ പോലെയോ രമേശ് ചെന്നിത്തലയെ പോലെയോ ഈ വൃത്തികെട്ട സൈബർ പടയുടെ അനിഷ്ടം സമ്പാദിച്ചു വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് വോട്ട് നഷ്ടവും ഭയക്കേണ്ട. അടുത്തത്, ഭാവിയിൽ രാഹുൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോകേണ്ടി വന്ന് രാഷ്ട്രീയ ഭാവി തീർന്നു എന്നുറപ്പായാൽ ധൈര്യത്തോടെ ഷാഫിക്ക് ചോദിക്കാം,
ഞാൻ അവനെ പിന്തുണച്ച് സംസാരിച്ച ഒരൊറ്റ വീഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ അവന് അനുകൂലമായ എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ശരിയാണ്, അങ്ങനെ ഒരു ക്ലിപ്പ് ഇല്ല. കാരണം ഷാഫി അവനെ ഇതുവരെ പരസ്യമായി അനുകൂലിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇതേ രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഊരി വരികയാണെങ്കിൽ അപ്പോഴും ഷാഫി പറയും, കണ്ടോ എനിക്കറിയാം സത്യം, അതുകൊണ്ട് രാഹുലിനെ എതിർത്ത് ഒരൊറ്റ വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അന്നും ഇന്നും ഇവന്റെ കൂടെ തന്നെയാണെന്ന്. അതായത് ഷാഫി വളരെ ന്യൂട്രലായ വ്യക്തിയാണ്. അതിന് എങ്ങോട്ട് വേണമെങ്കിലും വളരെ എളുപ്പം നീങ്ങാനും വളയാനും കഴിയും. ആരുടെയും വൈരാഗ്യം വാങ്ങിച്ചു കൂട്ടേണ്ട, നിലപാട് പറഞ്ഞതിന്റെ പേരിൽ ഒരു വിഭാഗത്തിന്റെ വോട്ടും നഷ്ടപ്പെടുത്തേണ്ട. എന്നാൽ നിലനിൽക്കാൻ വേണ്ട തക്കിട പരിപാടികൾ നൈസായി ചെയ്യാനും അറിയാം. ഐഡിയ അങ്ങനെയുണ്ട്. ഇത് വളരെ സത്യസന്ധമായ കാര്യമാണെന്ന് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സൈബർ ആക്രമണം നടത്തുന്നത്. അത് കോൺഗ്രസ് അനുകൂലികളായിട്ടുള്ള ഒരുപക്ഷെ നമ്മളൊക്കെ സുഡാപ്പികൾ എന്ന് വരെ വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രത്യേക വിഭാഗക്കാരാണ് ഇത് ചെയ്തത് എന്ന് വ്യക്തമാണ്. ഏതായാലും ഇവരുടെ ആക്രമണം ഇല്ലാതായത്, അല്ലെങ്കിൽ ഇതിന്റെ ആക്രമണത്തിന്റെ കാഠിന്യം കുറഞ്ഞു. ഇവരൊക്കെ ആർക്ക് നേരെയൊക്കെയാണ് ഇവരുടെ ഈ സൈബർ അറ്റാക്ക് വന്നത്? അത് KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് നേരെ വന്നു. നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ചെന്നിത്തലയ്ക്ക് നേരെ വന്നു. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ VD സതീശനെതിരെ വന്നു. അങ്ങനെ ആരൊക്കെ കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് എതിർപ്പ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രോത്സാഹിപ്പിക്കാതിരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് വിമർശിച്ചിട്ടുണ്ടോ, ആ ആളുകളെ മുഴുവൻ ഈ സൈബർ ആക്രമണത്തിന് അവർ വിധേയരായിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് അതിശക്തമായ നടപടികൾ ഇപ്പോ അത് രാഹുൽ ഈശ്വറിനെതിരായിട്ടാണെങ്കിലും അതുപോലെ തന്നെ സന്ദീപ് വാര്യർക്കെതിരായിട്ടാണെങ്കിലും ഒക്കെ എടുത്തു തുടങ്ങിയത്. അതോടുകൂടി പതുക്കെ പതുക്കെ ഈ സുഡാപ്പികളുടെ നേതൃത്വത്തിലുള്ള ഈ ആക്രമണം കുറച്ചൊക്കെ ഒന്ന്, സൈബർ ആക്രമണം കുറച്ചൊന്ന് കുറച്ചുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ ഇരകളൊക്കെ തന്നെ പതുക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഒരു ഇര കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഏതായാലും കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് അത് ശുദ്ധമാവണമെങ്കിൽ ഇത്തരത്തില് പെട്ടെന്ന് അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ചിലരുന്നത് മോചിതരാവേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഒരു തന്റേടം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കാണിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ യഥാർത്ഥ